SFI മാർച്ച് നടത്തുകയാണ്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് വിഷയത്തിലുള്ള പ്രതിഷേധം KSU ഒരു മാർച്ചിലൂടെ പ്രകടിപ്പിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നൊക്കെയുള്ള ഉറപ്പ് നിലവിൽ ആരോഗ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അല്പസമയം മുൻപ് ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ സസ്പെൻഷനിൽ അവസാനിക്കില്ല, വിദ്യാർത്ഥികൾക്കെതിരായ നടപടി എന്ന് പറഞ്ഞിരുന്നു. പരമാവധി ശിക്ഷ വിദ്യാർത്ഥികൾക്ക് ഉറപ്പാക്കും. എന്നാൽ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ റാഗിങ്ങിനെതിരെ ഒരു സമൂഹ ജാഗ്രത ആവശ്യമാണ് എന്നത് ഡോക്ടർ ആർ ബിന്ദുവും വ്യക്തമാക്കുകയുണ്ടായി. നിലവിൽ KSUവും ABVPയും അങ്ങോട്ടേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, എങ്ങനെയാണ് ഈ പ്രതിഷേധം പുരോഗമിക്കുന്നത്? പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടല്ലോ പ്രതിഷേധത്തിൽ. അനുജ, തീർച്ചയായിട്ടും പ്രതിഷേധം, ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർ കോളേജിലേക്കാണ് മാർച്ച് നടത്തിയത്. ആ മാർച്ച് കോളേജിന് മുന്നിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതേ തുടർന്നാണ് പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. വനിതാ പ്രവർത്തകർ അടക്കമുള്ളവരുണ്ട്. അല്പസമയം മുമ്പായിരുന്നു KSUവിന്റെ മാർച്ച് ഇവിടേക്ക് നടന്നത്. ആ മാർച്ചിലും സംഘർഷമുണ്ടായി, വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി. അത് കഴിഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് മാറ്റി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ SFI പ്രവർത്തകർ കൂടി അവിടേക്ക് മാർച്ചുമായി വന്നത്. രാവിലെ 3 ABVP പ്രവർത്തകർ ഇവിടേക്ക് ഒരു പ്രതിഷേധവുമായി എത്തിയിരുന്നു. അവർ നേരത്തെ വ്യത്യസ്തമായ രീതിയിൽ ഈ പ്രിൻസിപ്പലിന്റെ ഒരു അനുമതി എടുത്ത് പ്രിൻസിപ്പളെ കാണാനാണെന്ന് പറഞ്ഞ് അവിടേക്ക് എത്തി ഒരു പ്രതിഷേധിക്കുകയായിരുന്നു. അവരെ അറസ്റ്റ് മാറ്റിയതിന് പിന്നാലെയാണ് KSU പ്രവർത്തകർ വന്നത്. ഇപ്പോൾ SFIയും കൂടി എത്തിയിരിക്കുന്നു. ജലപീരങ്കി വീണ്ടും പ്രവർത്തിപ്പിക്കുകയാണ്. വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ശക്തമായി ഉയരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്നലെ വന്ന ആ ദൃശ്യങ്ങൾ തന്നെയാണ്. മുൻപ് നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള റാഗിംഗ് ദൃശ്യങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത്. അത് സമൂഹ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധവുമായി വന്നിരിക്കുന്നത്. ഇപ്പോൾ സസ്പെൻഷനിലുള്ള പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികളെ സസ്പെൻഷൻ മാത്രം പോരാ, അവരെ പുറത്താക്കണമെന്നാണ് ഈ വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ പറയുന്നത്. ഇതിൽ ഒരു വിദ്യാർത്ഥി ഇടതനുഭാവമുള്ള ഒരു സംഘടനയുടെ KGSNA എന്ന് പറയുന്ന സ്റ്റുഡൻസ് നേഴ്സസ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയാണ്. അത്തരത്തിലുള്ള ആ ഒരു വിദ്യാർത്ഥി അതിലുണ്ടെങ്കിലും, പ്രതിപട്ടികയിലുണ്ടെങ്കിലും അത് അദ്ദേഹവുമായി യാതൊരു ബന്ധവോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല, റാഗിങ്ങിനെതിരെയുള്ള ശക്തമായിട്ടുള്ള നടപടിയാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ SFIയും പ്രതിഷേധം നടത്തുന്നത്. എന്തായാലും വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നത്. ജലപീരങ്കി പ്രയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിദ്യാർത്ഥികൾ ആ ബാരിക്കേഡിന് മുന്നിൽ തന്നെ നിന്ന് പ്രതിഷേധിക്കുകയാണ്. മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിരിഞ്ഞു പോകാൻ തയ്യാറായില്ലെങ്കിൽ ഇവരെയും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിയിലേക്ക് കടന്നേക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതേസമയം KSU നടത്തിയ മാർച്ചിൽ അറസ്റ്റ് ചെയ്ത് പോലീസ് പ്രവർത്തകരെ മാറ്റിയിരുന്നു. അവരെ ഗാന്ധിനഗർ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവരെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെയും ചില പ്രതിഷേധങ്ങൾ ഉടൻ നടക്കുമെന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ചാണ്ടിയുമനുള്ള അടക്കമുള്ളവർ ഈ സമരം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുമെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോളേജിലേക്കാണ് മാർച്ച്. കോളേജിന്റെ ഭാഗത്തു നിന്നും വലിയ അനാസ്ഥ ഉണ്ടായെന്നുള്ളൊരു ആക്ഷേപം കൂടി വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം ഇത്രയും വലിയ സംഭവം നടന്നിട്ടും ഈ മാനേജ്മെന്റിന്റെ ആരും തന്നെ ഈ ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആന്റി റാഗിംഗ് സെല്ല് പലതവണ ചോദിച്ചിട്ടും വിദ്യാർത്ഥികൾ പറഞ്ഞില്ല എന്നുള്ളൊരു ന്യായമാണ് കോളേജ് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കോളേജ് അധികൃതർക്കെതിരെയും നടപടി വേണമെന്നൊരു ആവശ്യം വിദ്യാർത്ഥി സംഘടനയിലുള്ളവർ പറയുന്നുണ്ട്. വരും ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ SFI പ്രവർത്തകർ നടത്തുന്ന മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ അതിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവരും പിരിഞ്ഞു പോകാൻ തയ്യാറായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. അനുജ, ഇതിലിപ്പോൾ എന്താണ് കോളേജിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ വിശദീകരണം വരുന്നുണ്ടോ? ഇന്നലെയൊക്കെ വാർത്താ സമ്മേളനത്തിൽ അവർ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. സസ്പെൻഷൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ആരോഗ്യമന്ത്രി കടുത്ത നടപടി ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് കൂടുതൽ നമുക്ക് എന്തെങ്കിലും ഈ കാര്യത്തിൽ വിശദീകരണങ്ങൾ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടോ ടോബി?
കോളേജ് അധികൃതർ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ അവർ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്നലെ അവിടെ ചെന്നപ്പോൾ മനസ്സിലായത്. അതായത് ആദ്യമേ ഈ പ്രിൻസിപ്പലിന്റെ ചാർജ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് നമ്മളോട്, ഒരു അധ്യാപികയാണ് നമ്മളോട് ആദ്യം സംസാരിച്ചത്, ലിനി എന്ന് പറയുന്നത്. അവർ പറഞ്ഞത് ഇതായിരുന്നു: ഈ വിദ്യാർത്ഥികൾ ആരും തന്നെ ഇങ്ങനൊരു പരാതി പറഞ്ഞില്ല, പരാതി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പോലീസിനോട് നടപടിയെടുക്കാൻ വേണ്ടിയുള്ള ശുപാർശ നൽകിയെന്നാണ് പറഞ്ഞത്. ഇന്നലെ നമ്മൾ പ്രധാന അധ്യാപികയെ, പ്രിൻസിപ്പലിനെ കണ്ടു. പ്രിൻസിപ്പൽ അപ്പോൾ പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. അതായത് അതിനു മുമ്പത്തെ ദിവസം ഈ ചാർജുള്ള അധ്യാപിക എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇവരും ആവർത്തിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അനുജ. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിലാണ് SFI പ്രതിഷേധിക്കുന്നത്. മാർച്ചിൽ ജലപീരങ്കി പ്രയോഗിച്ചു. ആ പ്രതിഷേധം തുടരുകയാണ്.